ഹലോ ഫ്രണ്ട്സ്, സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ആദ്യത്തെ മൊഡ്യൂളായ സ്പേസ് ടെക്നോളജിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ 5ാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പ്ലാനറ്റ്സ് ആണ്. ഓക്കെ, പ്ലാനറ്റ് എന്താണ്? നമുക്ക് ആദ്യം പ്ലാനറ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. പ്ലാനറ്റ് എന്താണ്? എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു സെലസ്റ്റിയൽ ബോഡി സൂര്യന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. അതാണ് അതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി ഈസ് അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള മാസ് വേണം. ഒരു സ്പെറിക്കലായിട്ട് നിൽക്കാനുള്ള, അതിന് ഇക്വിലിബ്രിയത്തിൽ നിൽക്കാനുള്ള ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള മാസ് വേണം. അതാണ് അതിൻ്റെ സെക്കൻഡ് ഫീച്ചർ. തേർഡ് ഫീച്ചർ ഇസ് ക്ലിയർ ആയിട്ട് അതിന് നൈബർഹുഡ് ഡെബ്രിസ്, ബാക്കിയുള്ള ഡെബ്രിസുകളും നൈബർഹുഡ്സിനൊക്കെ ക്ലിയർ ആയിട്ട് പോകാനുള്ള അത്രയും സ്പേസ് ഇത് കൊടുക്കണം. ആക്ച്വലി പ്ലൂട്ടോ ഈ ഒരു ഫീച്ചറാണ് സാറ്റിസ്ഫൈ ചെയ്യാതെ പോയത്. പ്ലൂട്ടോ ഇങ്ങനെ തോന്നിയ വഴി കൂടെയൊക്കെ പോയി. അങ്ങനെ പോയപ്പോൾ അത് പ്ലാനറ്റ് അല്ലാതെയായി. പക്ഷേ ശരിക്കും പ്രോപ്പർ പ്ലാനറ്റ് എന്ന് പറയുന്നത് അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഓർബിറ്റ് ഉണ്ടാവണം. അത് നൈബേഴ്സുമായിട്ടൊക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പാത്ത്, അതിനൊരു ക്ലിയർഡ് ആയിട്ടുള്ളൊരു നൈബർഹുഡ് ഉണ്ടായിരിക്കണം ആസ് കമ്പയർഡ് ടു ദെയർ അതർ ഡെബ്രിസ് ആൻഡ് സ്റ്റെപ്സ്. പിന്നെ അത് മാത്രമല്ല അതിന് ഇനഫ് ആയിട്ടുള്ള മാസ് ഉണ്ടായിരിക്കണം ടു റീച്ച് ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കാനായിട്ടുള്ള ഇനഫ് ആയിട്ടുള്ള മാസ് അതിനുണ്ടാവണം. ഈ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇറ്റ് ബിക്കംസ് എ പ്ലാനറ്റ്. ഓക്കെ, ഇനി നമുക്ക് പ്ലാനറ്റ്സിന് ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ആക്ച്വലി പ്ലാനറ്റ്സ് ഇന്നർ പ്ലാനറ്റ്സും ഉണ്ട്, ഔട്ടർ പ്ലാനറ്റ്സും ഉണ്ട്. മൊത്തത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉള്ളത്? നമുക്ക് 8 പ്ലാനറ്റ്സ് ഉള്ളത്. 9 പ്ലൂട്ടോനെ നമ്മൾ ചുട്ടിപ്പുറത്താക്കി. അപ്പോൾ മൊത്തത്തിൽ 8 പ്ലാനറ്റ്സ് ആണ്. അതിൽ ആദ്യത്തെ എണ്ണം ഇന്നർ പ്ലാനറ്റ്സ് എന്നും ബാക്കി 4 എണ്ണത്തിന് ഔട്ടർ പ്ലാനറ്റ്സ് എന്നും പറയും. ആദ്യത്തെ 4 എണ്ണം എന്ന് പറയുന്നത് സൂര്യനോട് അടുത്ത് നിൽക്കുന്നതാണ്. ഈ അടുത്ത് നിൽക്കുന്ന 4 എണ്ണവും കുഞ്ഞിതാണ്, ചെറുതാണ്, പക്ഷെ സോളിഡാണ്. ദൂരത്ത് നിൽക്കുന്ന വലുതാണ്, അതിന് റിംഗ് ഒക്കെ ഉണ്ട്, അതിന് ഒരുപാട് എന്താ പറയുക സാറ്റലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് ദ ലാർജർ വൺ, ഔട്ടർ വൺ. ഈ ഔട്ടർ സാധനങ്ങളൊക്കെ ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് ഗ്യാസ് അല്ലെങ്കിൽ ഐസ് ഫോർമാറ്റിലാണ് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. ഓക്കെ, ബിക്കോസ് സൂര്യനിൽ നിന്ന് ദൂരെയല്ലേ. ഇവിടെ ഗ്യാസ് എന്താ പറയുക കണ്ടൻസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കില്ല, അത്രയും ചൂടാണ് ഇവിടെ. അതാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത്. നൗ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. അതായത് ഇന്നർ ആയിട്ടുള്ള പ്ലാനറ്റ്സ്, ഇന്നർ ടെറസ്ട്രിയൽ 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്. പുറത്തുള്ള 4 എണ്ണം ജോവിയനാണ്, വളരെ വലുതാണ്, ലാർജ് ആണ്. അത് ഗ്യാസ് ജൈൻറ്റ് എന്ന് അതിനെ പറയാം. ജൂപ്പിറ്റർ, സാറ്റൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഡിഫറൻസസ് നോക്കാം. ഇന്നർ പ്ലാനറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന 4 എണ്ണമാണ്. ഔട്ടർ പ്ലാനറ്റ് എന്ന് പറയുന്നത് അവസാനത്തെ 4 പ്ലാനറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇന്നർ പ്ലാനറ്റ്സ് എന്ന് പറയുന്നതിൽ എന്തുണ്ടെന്ന് അറിയോ? ഭയങ്കര ഡെൻസിറ്റിയാണ്, ഭയങ്കര സോളിഡാണ്, സോളിഡ് സർഫസ് ആണ്. റോക്കും മെറ്റൽസ് ഒക്കെ ഉള്ള സോളിഡ് സർഫസസ് ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെയാണോ? അല്ല. ഐസസും അതുപോലെ തന്നെ ഗ്യാസസ് ഒക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ്. ഇവിടെ സോളിഡ് സ്റ്റേറ്റ്സിലല്ല കിടക്കുന്നത്. ഗ്യാസ് അതുപോലെ തന്നെ ലിക്വിഡ് ഗ്യാഷ്യസ്, ഐഷ്യസ് ഫോമിലാണ് അതുള്ളത്. തിൻ അതുപോലെ തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ വളരെ തിക്ക് മാസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. കുറച്ച് മൂൺ മാത്രമേ ഉണ്ടാവുള്ളൂ, റിംഗ് ഒന്നുമില്ല. ഇവിടെ ഒരുപാട് മൂണുണ്ട്, ഒരുപാട് റിങ്സും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ സൂര്യന് അടുത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഗ്യാസ് ഫോം ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും അവിടെ കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്രോസ്റ്റ് ലൈനിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അതിന് ശരിക്കും പറഞ്ഞാൽ സോളിഡായിട്ട് നിൽക്കാനുള്ള ഒരു ഐസിന് സോളിഡായിട്ട് നിൽക്കാനുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. Do you get that? So that's all about the inner planet and outer planet. Now if you are heading into the key planetary facts, എല്ലാ പ്ലാനറ്റ്സിനെ കുറിച്ചും കുഞ്ഞി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ആദ്യത്തെ പ്ലാനറ്റ്, ഞാൻ കളർ മാറ്റട്ടെ കേട്ടോ. ഓക്കെ, ആദ്യത്തെ പ്ലാനറ്റ് മെർക്കുറി ഏറ്റവും കുഞ്ഞി പ്ലാനറ്റാണ്. സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും ചെറുതാണ്. സണ്ണിൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ അടുത്ത് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒന്നുമില്ല ടു ട്രാപ്പ് ഹീറ്റ്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് എക്സ്പീരിയൻസിങ് എക്സ്ട്രീം ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസ്. രാവിലെ മൊത്തം ഭയങ്കര ചൂട്, രാത്രി ഇങ്ങനെ ഫ്രീസിങ് കോൾഡ്, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. പിന്നെ എർത്തിൻ്റെ മൂണിൻ്റെ റിസംബ്ലിംഗ് ആണ്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സാറ്റലൈറ്റ്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് മെർക്കുറി എന്ന് പറയുന്നത്. വീനസിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, വീനസ് ശരിക്കും ട്വിൻ എർത്ത് ആണ്, അല്ലേ? എർത്തിൻ്റെ സിസ്റ്റർ പ്ലാനറ്റ് എന്നൊക്കെ അതിനെ വിളിക്കാം. കാരണം അത് എർത്തിൻ്റെ മാസിനും സയൻസിനുമായിട്ട് എന്താ പറയുക ഒരേപോലെ നിൽക്കുന്ന ഒരു സാധനമാണ് വീനസ് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ ഹോട്ടസ്റ്റ് പ്ലാനറ്റ്. സോളാർ സിസ്റ്റത്തിൽ ഏറ്റവും ചൂടുള്ളത് വീനസിനാണ്. എക്സ്ട്രീം ആയിട്ടുള്ള ഹീറ്റാണ്. അതുകൊണ്ട് തന്നെ അതിന് തിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഉള്ളത്. ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് ശരിക്കും റൺഅവേ ചെയ്യാനുള്ള ഒരു സ്പേസും അത് കൊടുക്കുന്നുണ്ട്. മേജർ ആയിട്ടുള്ള എന്താ പറയുക ഒരു ഫിനോമിന എന്ന് പറയുന്നത് അത് റെട്രോഗ്രേഡ് ആയിട്ടുള്ള റൊട്ടേഷനാണ്. റെട്രോഗ്രേഡ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണത് റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഈസ്റ്റ് ടു വെസ്റ്റ് ആണത് റൊട്ടേറ്റ് ചെയ്യുക. അങ്ങനെ ആവുന്ന സമയത്ത് എവിടെയാണ് സണ്ണ് ഉദിക്കുക? വെസ്റ്റിൽ സൂര്യൻ ഉദിക്കുന്നു, ഈസ്റ്റിൽ സെറ്റ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള പ്ലാനറ്റ്സിനെക്കാട്ടിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ റെട്രോഗ്രേഡ് ആയിട്ടുള്ള റൊട്ടേഷനാണ്. ഇനി എർത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, എർത്തിൽ മാത്രമേ ലൈഫ് ഉള്ളൂ.
കാരണം എന്താണെന്നറിയോ? അത് ഗോൾഡിലോക്ക് സോണിലാണ് കിടക്കുന്നത്. ഇതൊരു PYQ ആണ്. ഗോൾഡിലോക്ക് സോൺ എന്താ? ഹാബിറ്റബിൾ സോൺ. ഹാബിറ്റബിൾ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന സോണാണ് ഗോൾഡിലോക്ക് സോൺ. അത് ഒരുപാട് ചൂടുള്ളതല്ല, ഒരുപാട് തണുപ്പുള്ളതല്ല. ഓക്കെ, വെള്ളത്തിന് ലിക്വിഡ് ഫോർമാറ്റിൽ എക്സിസ്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, നോട്ട് ജസ്റ്റ് ദാറ്റ്, അതിൽ നൈട്രജനും ഓക്സിജനും റിച്ച് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സോളാർ ആയിട്ടുള്ള റേഡിയേഷനിൽ നിന്ന്, ഹാംഫുൾ ആയിട്ടുള്ള സോളാർ റേഡിയേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ട്. നോട്ട് ജസ്റ്റ് ദാറ്റ്, ഗ്ലോബൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും ഉണ്ട്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഗോൾഡിലോക്സ്. ഗോൾഡിലോക്സ് എന്ന് പറയുന്നത് അവിടെ മാത്രമേ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ. പിന്നെ പറയുന്നത് മാസ് ആണ്. മാസിന് റെഡ് പ്ലാനറ്റ് എന്നും പറയും. വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള അയൺ ഓക്സൈഡ് ഉള്ളൊരു ഏരിയ ആണ്. അയൺ ഓക്സൈഡ് എന്ന് വെച്ചാൽ റസ്റ്റ്, തുരു. അതുകൊണ്ട് തന്നെ റെഡ് പ്ലാനറ്റ് എന്നാണ് പറയുക. പിന്നെ എന്താണെന്നറിയോ? എക്സ്ട്രീം ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു സാധനമാണ് മാസ് എന്ന് പറയുന്നത്. ഏർത്തിന് പുറത്ത് എവിടെയെങ്കിലും ലൈഫ് ഉണ്ടാവാൻ എന്തെങ്കിലും ഒരു വിദൂര സാഹചര്യം, ഒരു സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇഫ് യു ക്യാൻ, ഇപ്പോൾ ഏർത്തിന് പുറത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മാസിൽ മാത്രമാണ്. ഗോൾഡിലോക്ക് സോണോട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് മാസ് തന്നെയാണ്. മാസിൽ എക്സ്ട്രീം ആയിട്ടുള്ള ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഒന്ന്, ഒരു കാനിയോൺ സിസ്റ്റമാണ്. കാനിയോൺ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? മലയിടുക്ക്. ഏറ്റവും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് റിവറൊക്കെ ഇങ്ങനെ ഒഴുകി പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു വഴി ഉണ്ടാവില്ലേ, അത്രയും ഒരു വാലസ് മാരീനസ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഒളിമ്പസ് മോൺസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ദാറ്റ് ഇസ് ദ ലാർജസ്റ്റ് വോൾക്കാനോ. സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ വോൾക്കാനും ഇവിടെ തന്നെയാണുള്ളത്. പിന്നെ പറയുന്നത്, ഈ പറയുന്ന വോൾക്കാനോ എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റിനെക്കാളും 3 ഇരട്ടി വലുതാണെന്നൊക്കെയാണ് കേട്ടോ അതിൻ്റെ ഹൈറ്റ്. നെക്സ്റ്റ്, ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ എന്താണ്? ലാർജസ്റ്റ് പ്ലാനറ്റ് ആണെന്ന് അറിയാം. അതുപോലെ തന്നെ അത് ഗ്യാസ് ജെയിൻ്റ് ആണ്, അല്ല മാസീവ് ആയിട്ടുള്ള മാസ് ഉണ്ട്. എല്ലാ പ്ലാനറ്റ്സിൻ്റെയും മാസിനെ കമ്പയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്ലാനറ്റ്സിൻ്റെയും മാസിനെ ഒരുമിച്ചിട്ടു അതിൻ്റെയും 2 ഇരട്ടി വലുപ്പത്തിലാണ് ജൂപ്പിറ്റർ നിൽക്കുന്നത്. ഇറ്റ്സ് സച്ച് എ ഹ്യൂജ് സാധനം. ഓക്കെ, അതിന് ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഗ്രേറ്റ് റെഡ് സ്പോട്ട് ഉണ്ട്. അതെന്താ? ഒരു ആൻറ്റി സൈക്ലോണിക് സ്റ്റോം വർഷങ്ങളായിട്ട് അതിനുള്ളിൽ നടക്കുന്നത്. അതിനെയാണ് ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മാസീവായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡും അത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതിന് 90 മൂൺസോളം ഉണ്ട്. അതിൽ ഒരു മൂണിൻ്റെ പേരാണ് ഗാനിമീഡ് എന്ന് പറയുന്നത്. അതാണ് ലാർജസ്റ്റ് മൂൺ. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ മൂണാണിത്. ഞാൻ ചില പ്രൊണൗൺസിയേഷൻസ് ഒക്കെ ഐ മേ നോട്ട് ബി പ്രൊണൗൺസിങ് ഇറ്റ് കറക്റ്റ്ലി. ഐ എം സോറി ഫോർ ദാറ്റ്. ഇനി പിന്നെ വേറൊരു കാര്യം എന്താണ്? മെർക്കുറിനെക്കാട്ടിലും വലിയ ഒരു ആളാണ് ഈ പറയുന്ന ആള്. ആൻഡ് ദാറ്റ് ഇസ് the biggest satellite in the entire solar system, and that satellite also belongs to this person called Jupiter. 90 moons ആണുള്ളത് കേട്ടോ. ഏറ്റവും കൂടുതൽ മൂൺസ് ഉള്ളത് മൂപ്പർക്കാണ്. സാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? സാറ്റേൺ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് അല്ലേ. അതിന് ശരിക്കും ഒരുപാട് റിംഗ് സിസ്റ്റമാണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഐസും റോക്ക് പാർട്ടിക്കിൾസും കൊണ്ടാണ് അതിനുണ്ടാക്കിയത്. അത് ശരിക്കും ഒരു ഗ്യാസ് ജയന്റ് തന്നെയാണ് ജൂപ്പിറ്ററിനെ പോലെ തന്നെ. അത് വളരെയധികം ഡെൻസ് പ്ലാനറ്റ് ആണ്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഡെൻസ് പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ല, അതിനൊരു ഡെൻസിറ്റി എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ശരിക്കും ഇറ്റ്സ് ടു എന്താ പറയുക, ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് ആക്ച്വലി അല്ലേ. ഗ്യാസ് ജെയിൻ്റ് ആണ്, ഡെൻസിറ്റി വളരെ കുറവാണ്. വാട്ട് ഇറ്റ് സേ, ഞാൻ കൂടുതലാണെന്നാണോ പറഞ്ഞത്? അത് വളരെ കുറവാണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നല്ല കുറവാണ്. ആക്ച്വലി ഈ സാറ്റേൺ എന്ന് പറഞ്ഞ സാധനത്തിന് വെള്ളത്തിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങിക്കിടക്കും. അത്രയും അതിന് ഡെൻസിറ്റി കുറവാണ്. ഓക്കെ, പിന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള മൂണായിട്ടുള്ള ടൈറ്റൻ എന്ന് പറയുന്നത് സാറ്റേണിൻ്റെ ഒരു മൂണാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൺലി മൂൺ വിത്ത് തിക്ക് നൈട്രജൻ റിച്ച് അറ്റ്മോസ്ഫിയർ. അതുപോലെ ലിക്വിഡ് മീത്തേൻ ലേക്കും അതിൻ്റെ സർഫസിലുണ്ട് സാറ്റേണെ സംബന്ധിച്ച്. പിന്നെ യുറാനസും നെപ്റ്റ്യൂണാണ്. യുറാനസും നെപ്റ്റ്യൂണിൻ്റെ ഒരു കളർ എന്താണെന്നറിയോ? കളർ എന്തായിരുന്നു? ബ്ലൂ ഗ്രീൻ കളറാണ് അല്ലേ. ഇതും ആക്ച്വലി ഒരു ഇതുപോലെ തന്നെ ഒരു ഡീപ്പ് ബ്ലൂ കളർ തന്നെയാണ് ഈ പറയുന്ന നെപ്റ്റ്യൂൺ ഉള്ളത്. യുറാനസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു ഐസ് ജൈൻ്റ് ആണ്. അതുപോലെ തന്നെ അതിന് ശരിക്കും അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താ പറയുക യുറാനസിൻ്റെ? അതിന് 98 ഡിഗ്രീൻ്റെ ഒരു ആക്സിൽ ടിൽറ്റ് ഉണ്ട്. അത്രയും ഒരു ആക്സിൽ ടിൽറ്റ് ഉള്ളതുകൊണ്ട് തന്നെ 42 വർഷം ഇരുട്ടും 42 വർഷം കണ്ടിന്യൂസ് സൺലൈറ്റും കിട്ടുന്നു. അത്രയും ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള സീസൺസ് അതിൻ്റെ ഉള്ളിലുണ്ട്. നെപ്റ്റ്യൂണും എന്ത് തന്നെയാണ്? നെപ്റ്റ്യൂണാണ് ഫാർത്തസ്റ്റ് നോൺ പ്ലാനറ്റ് ഫ്രം ദ സൺ അല്ലേ. സണ്ണിൽ നിന്ന് ഏറ്റവും ദൂരത്ത് കിടക്കുന്നതാണ്. ഡാർക്കാണ്, കോൾഡാണ്, ഐസ് ജൈൻ്റ് ആണ്. പിന്നെ അതിൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത്രയും ദൂരെയാണെങ്കിൽ പോലും ഇല്ലേ, അതിന് അത്രയും സർപ്രൈസിങ് ആയിട്ടുള്ള ആക്റ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം അതിന് ശരിക്കും പറഞ്ഞാൽ വിൻഡ്, സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും സ്പീഡിലുള്ള വിൻഡ് എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയോ? ഈ പറയുന്ന നെപ്റ്റ്യൂണിലാണ് ഏറ്റവും സ്പീഡുള്ളത്. 2000 km/h സഞ്ചരിക്കുന്ന വിൻഡ് ഉള്ളത്. അതുപോലെ തന്നെ അതിന് ഡീപ്പ് ബ്ലൂ ആയിട്ടുള്ള കളറാണ്, ജസ്റ്റ് ലൈക്ക് ദ യുറാനസ്. ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് എ സ്ലഷി ഇൻറ്റീരിയർ ഓഫ് വാട്ടർ, അമോണിയ ആസ് വെൽ ആസ് മീഥേൻ ഐസസ്. അപ്പോൾ മീഥേനിൻ്റെ ഈ ഒരു കളർ കാരണമാണ് അതിനൊരു ഡീപ്പ് ബ്ലൂ കളർ ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി നമുക്ക് അതർ സോളാർ ബോഡീസ്
ആൻഡ് ഓൾസോ വേരിയസ് അതർ സെലസ്റ്റിയൽ സംഭവങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് മറ്റുള്ള സ്മോളർ സോളാർ ബോഡീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് അപ്കമിങ് വീഡിയോസിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്